Hello everyone, welcome to my YouTube channel Pharma Insights by Nandana. So നമുക്ക് LSTD എക്സാമിനേഷൻ വരികയാണല്ലേ. സോ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ടോപ്പ് 20 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഈ ഒരു LSTD എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷന് പുറമെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ എയിംസിൻ്റെ ഡെയിലി 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിനൊപ്പം തന്നെ നമുക്ക് ജോബ് അലേർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ. ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡാഷ് ഈസ് എ വാസിക്കോ സെലക്റ്റീവ് ആൻറ്റികൊളർജിക് ഏജൻറ്റ്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഡൈസൈക്ലോമിൻ, ഫ്ലവോക്സേറ്റ്, അട്രോപ്പിൻ ആൻഡ് ബെൻസെക്സോൾ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാസിക്കോ സെലക്റ്റീവ് ആയിട്ടുള്ള ആൻറ്റികൊളർജി ഡ്രഗ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസ് നമുക്കറിയാം ആൻറ്റികൊളർജി ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ തന്നെ വരുന്ന ഡ്രഗ്സ് ആണ് അല്ലേ. സോ പക്ഷേ ഇതിൽ ചോദിച്ചിരിക്കുന്നത് വാസിക്കോ സെലക്റ്റീവ് മെഡിക്കേഷൻസ് ആണ്. അതിൽ ഏതാണ് ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് വരിക? നമുക്കറിയാം ഫ്ലവോക്സേറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏതൊക്കെ ഡ്രഗ്സാണ് വാസിക്കോ സെലക്റ്റീവ് ഡ്രഗ്സ് ആയിട്ടുള്ളത്? ഒന്നാമത്തെ നമുക്കറിയാം ഓക്സിബ്യൂട്ടൈനിൻ അല്ലേ. ഓക്സിബ്യൂട്ടൈനിൻ എന്നുള്ള ഡ്രഗ്സ് വാസിക്കോ സെലക്റ്റീവ് ആണ്. അതുപോലെ തന്നെ ടൊൾടെറോഡിൻ പഠിക്കാനുണ്ടായിരുന്നു. ടൊൾടെറോഡിൻ ഉണ്ട്. അതിൽ ഫ്ലവോക്സേറ്റ് ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് ഉണ്ട്. അതുപോലെ ഡാരിഫെനാസിൻ അല്ലെങ്കിൽ സോളിഫെനാസിൻ ഇങ്ങനത്തെ ഡ്രഗ്സൊക്കെ നമുക്ക് എന്താണ് വരുന്നത്? വാസിക്കോ സെലക്റ്റീവ് മെഡിക്കേഷനാണ്. അതായത് ഓവർ ആക്റ്റീവ് ബ്ലാഡർ ആയിട്ടുള്ള കേസുകളിൽ നമുക്ക് കൊടുക്കാം. ബിക്കോസ് ഇറ്റ് റെഡ്യൂസസ് ദ ഫ്രീക്വൻസി ആൻഡ് അർജൻസി ഓഫ് ദി എന്താണ് യൂറിനറി ബ്ലാഡർ. ഓക്കെ, സോ നമ്മളത് യൂസ് ചെയ്യുന്നത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇതാണ് അതിൻ്റെ പറയാനുള്ള എക്സ്ട്രാ പോയിന്റുകൾ. ഡൈസൈക്ലോമിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ടെർഷറി അമീനാണ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ടെർഷറി അമീനും ഉണ്ട്. പ്രത്യേകം 3 ഡ്രഗ്സ് ടെർഷറി അമീനായിട്ട് ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുണ്ടല്ലോ, ഡൈസൈക്ലോമിൻ, വാലിത്താമേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സോ ഇത് ഡൈസൈക്ലോമിൻ വരുന്നത് എന്താണ്? ആൻറ്റി സ്പാസ്മോഡിക് ആയിട്ടുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ആൻറ്റി സ്പാസ്മോഡിക്കും ആൻറ്റി എമറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ അതിന്. ഓക്കെ, സോ അട്രോപ്പിൻ നമുക്കറിയാം. ബെൻസെക്സോൾ എന്ന് പറഞ്ഞാൽ ഏതാണ്? പാർക്കിൻസോൺസത്തിൽ നമ്മൾ യൂസ് ചെയ്യും ആൻറ്റികൊളർജി ഡ്രഗ് അല്ലേ, അതാണ് ബെൻസെക്സോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് മോർഫിൻ അഡിക്ഷൻ: മെഥഡോൺ, നാലോക്സോൺ, ട്രമഡോൾ, നലോർഫിൻ. സോ നമ്മൾ ഈ ഒരു കേസിൽ മോർഫിൻ്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കുക, മോർഫിൻ അഡിക്ഷൻ ആണോ അതുപോലെ മോർഫിൻ പോയിസണിങ് ആണോ എന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. അതനുസരിച്ച് നമുക്ക് ആൻസർ മാറും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മോർഫിൻ അഡിക്ഷൻ ആണ് അല്ലേ. മോർഫിൻ അഡിക്ഷൻ്റെ ആൻസറായിട്ട് നമുക്ക് വരുന്നത് ഏതാണ്? മെഥഡോൺ ആണ് നമുക്ക് ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ 53യുടെ ആൻസർ ഏതാണ്? മെഥഡോൺ ആണ്. മോർഫിൻ അഡിക്ഷൻ, അതായത് മോർഫിൻ ഡിപ്പെൻഡൻസ്, മോർഫിൻ അഡിക്ഷൻ, ഈ ഒരു കേസിലൊക്കെയാണ് നമുക്ക് എന്ത് കൊടുക്കുക? മെഥഡോൺ നമ്മൾ കൊടുക്കുക പേഷ്യൻറ്റിന്. ഓക്കെ, സോ ആ ഡിപ്പെൻഡൻസ് മാറാൻ വേണ്ടി ഫിസിക്കലായാലും സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് ആയാലും നമ്മൾക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ മെഥഡോൺ നമ്മൾ കൊടുക്കും. ഓക്കെ, സോ പക്ഷേ നമ്മൾ ഇൻ കേസ് അതിന് മോർഫിൻ പോയിസണിങ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ ഏത് ഡ്രഗാണ് കൊടുക്കുക? നലോക്സോൺ എന്നുള്ള ഡ്രഗാണ് മോർഫിൻ്റെ പോയിസണിങ് കേസിൽ നമ്മൾ കൊടുക്കുക. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. മോർഫിൻ പോയിസണിങ് കൊടുത്തു വയ്ക്കുന്നത് 0.4 to 0.8 mg ആണ് നമ്മൾ നലോക്സോൺ കൊടുക്കുന്നത്. അതുപോലെ പ്യുവർ ഒപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റിന് വേറൊരു എക്സാമ്പിൾ ഏതാണ്? നാൽട്രക്സോൺ. ഓക്കെ, ആ നാൽട്രക്സോൺ നമ്മൾ എന്ത് ചെയ്യും? ഈ മെഥഡോൺ കൊടുത്ത ശേഷം നമ്മൾ, അതായത് മെഥഡോൺ 1 mg ഓഫ് മെഥഡോൺ ആണ്. അപ്പോൾ നമ്മൾ സപ്പോസ് നമുക്ക് 4 mg മോർഫിൻ ആയിരുന്നു പേഷ്യൻറ്റ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഈ 4 mgക്ക് ഈക്വൽ ആണ് 1 mg മെഥഡോൺ എന്ന് പറയുന്നത്. ഓക്കെ, 4 mg മോർഫിൻ ഈക്വൽ ആണ് 1 mg മെഥഡോൺ. ഓക്കെ, സോ അത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് പയ്യെ ഈ മെഥഡോണിൻ്റെ ഡോസ് കുറച്ച് വന്നിട്ട് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. ഒരു 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നാൽട്രക്സോൺ കൊടുക്കാൻ തുടങ്ങും. ഓക്കെ, ആ ഒരു കേസിൽ അത് ഓർത്തൊക്കെ ഞാൻ കൂടെ പറഞ്ഞു എന്നുള്ളൂ. സോ മോർഫിൻ്റെ അഡിക്ഷൻ ആണെങ്കിൽ നമ്മൾ മെഥഡോണും, മോർഫിൻ പോയിസണിങ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ നലോക്സോണും ആയിരിക്കും ഡ്രഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ആൻറ്റി ഹൈപ്പർടെൻസീവ് മെഡിക്കേഷനിലെ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഏജൻറ്റ് സേഫ്ലി യൂസ്ഡ് ഇൻ ദി പ്രഗ്നൻസി. ഓപ്ഷൻസ് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? എനാലപ്രിലുണ്ട്, ലോസാട്ടനുണ്ട്, അക്റ്റിനോളുണ്ട്, ആൽഫ മെഥിൽ ഡോപ്പ. സോ നമുക്കറിയാം ആൽഫ മെഥിൽ ഡോപ്പയാണല്ലേ ഇതിന് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം കേട്ടോ. സോ അത് ഇതിലിപ്പോൾ ആൽഫ മെഥിൽ ഡോപ്പ നമുക്ക് വളരെ കോമൺ ആയിട്ട് പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ആയതുകൊണ്ട് നമുക്ക് അതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാവാനില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ ചില സമയത്ത് നമ്മൾ വേറെ ഡ്രഗ്സൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ് ഏതൊക്കെയാണെന്ന്, അതായത് വേറെ ഡ്രഗ്സ് തരും. ഇപ്പോൾ ആൽഫ മെഥിൽ ഡോപ്പ ആയിരിക്കില്ല തരുന്നത്, വേറെ ഡ്രഗ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ആ ഒരു കേസിൽ ഞാനൊരു കോഡ് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഒരു കോഡ് ഓർത്ത് വയ്ക്കുക. അതായത് ഒന്നാമത്തെ ബെറ്റർ മദർ കെയർ ഡ്യൂറിങ് hypertensive
പ്രഗ്നൻസി. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, ബെറ്റർ മദർ കെയർ ഡ്യൂറിങ് ഹൈപ്പർടെൻസീവ് പ്രഗ്നൻസി. സോ ഇതിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബീറ്റ ബ്ലോക്കേഴ്സ്. ഓക്കെ, ബീറ്റ ബ്ലോക്കേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ എം എന്താണ്? മീഥൈൽ ഡോപ്പ, ഇപ്പോൾ പറഞ്ഞ മീഥൈൽ ഡോപ്പ. സി എന്നുള്ളത് ക്ലോണിഡിൻ. ഓക്കെ, ക്ലോണിഡിൻ. ഡ്യൂറിങ് എന്ന് പറയുന്നില്ലേ, ഡ്യൂറിങ് എന്ന് പറഞ്ഞാൽ ഡൈഹൈഡ്രോപിരിഡിൻസ്, അതായത് CCBCയിൽ ഡൈഹൈഡ്രോപിരിഡിൻസ് ഇല്ലേ, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിൽ, ആ ഒരു കാറ്റഗറി. എച്ച് എന്നുള്ളത് ഹൈഡ്രലാസിൻ. ഓക്കെ, ഹൈഡ്രലാസിൻ. പി എന്നുള്ളത് എന്താണ്? പ്രസോസിൻ. പ്രസോസിനാണ് മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് അതർ ആൽഫ ബ്ലോക്കേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഇത് ഓർത്ത് വയ്ക്കുക, ബെറ്റർ മദർ കെയർ ഡ്യൂറിങ് ഹൈപ്പർടെൻസീവ് പ്രഗ്നൻസി. അത് ഓർത്ത് വെച്ച് നമുക്ക് ഈ ഒരു ഡ്രഗ്സ് കിട്ടുമല്ലോ. ഈ ഡ്രഗ്സാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നമുക്ക് ഡ്രഗ് സേഫ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് മറ്റുള്ള എക്സാമ്പിൾ ഇപ്പോൾ എയിംസ് പോലത്തെ അല്ലെങ്കിൽ RRBയുടെ ഒക്കെ എക്സാമിന് നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ആൽഫ മീഥൈൽ ഡോപ്പ തന്നിട്ടുണ്ടാവില്ല, അതിന് പകരം നമുക്ക് ഹൈഡ്രലാസിനായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, ഈസി ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും നമുക്ക് ആൽഫ മീഥൈൽ ഡോപ്പ തന്നെയായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഡ്രഗ് എഫക്റ്റീവ് ഇൻ പെറ്റിറ്റ് മാൾ എപ്പിലെപ്സി. ഫിനൈറ്റോയിൻ ഉണ്ട്, എതോസെക്സിമൈഡ് ഉണ്ട്, ഫിനോബാർബിറ്റോൺ ആൻഡ് ക്ലോബാസം. സോ പെറ്റിറ്റ് മാൾ എപ്പിലെപ്സി 5 ടൈപ്പ് എപ്പിലെപ്സി പഠിക്കാനുണ്ട്. എന്നാലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒന്ന് ഗ്രാൻഡ് മാൾ എപ്പിലെപ്സി, 2 പെറ്റിറ്റ് മാൾ എപ്പിലെപ്സി. പെറ്റിറ്റ് മാൾ എപ്പിലെപ്സി നമുക്ക് എന്തും വിളിക്കാം, പെറ്റിറ്റ് മാൾ എപ്പിലെപ്സിനെ നമുക്ക് ആബ്സെൻറ്റ് സീഷർ എന്ന് നമുക്ക് വിളിക്കാം അല്ലേ, ആബ്സെൻറ്റ് സീഷർ എന്ന് വിളിക്കാം. ആ ഒരു കേസിൽ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണ്? എത്തോസാക്സിമൈഡ് ആണ്. ഓക്കെ, അത് മറക്കണ്ട കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണിത്. സോ അതുപോലെ ബാക്കിയുള്ള എപ്പിലെപ്സി ലൈക്ക് എന്താണ് ഗ്രാൻഡ് മാൾ എപ്പിലെപ്സി ആയാലും അതിലൊക്കെ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എപ്പോഴും സോഡിയം വാൽപ്രോയേറ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ആ സോഡിയം വാൽപ്രോയേറ്റ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ആബ്സെൻറ്റ് സീഷറിൽ നമുക്ക് എത്തോസാക്സിമൈഡ് ആണ് സെക്കൻഡ് ഡ്രഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഈ എപ്പിലെപ്സിയിൽ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ എല്ലാ ടൈപ്പ് ഓഫ് എപ്പിലെപ്സി നമ്മൾ നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. ഇപ്പോൾ ഫെബ്രൈൽ സീഷർ പറയുകയാണെങ്കിൽ ഡയസപ്പാമാണ് ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്, അത് നോക്കിയിട്ട് തന്നെ പഠിച്ചിട്ട് തന്നെ പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എ പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ യൂസ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് എയ്ഡ്സ്. ഇൻഡിനാവിർ, നെവിരാപ്പെൻ, സിഡോവുഡിൻ, ടെനോഫോവിർ. സോ ഇതിൽ ഏതാണ് പ്രോട്ടിയേസ് ഇൻഹിബിറ്റർ? ഇൻഡിനാവിർ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സോഴ്സ് ഓഫ് നൈട്രിക് ഓക്സൈഡ്? നിഫിഡിപ്പിൻ ഉണ്ട്, വെരാപ്പമിലുണ്ട്, ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ്, നിക്കോറാണ്ടിൽ. ഓക്കെ, സോ നൈട്രിക് ഓക്സൈഡിൻ്റെ സോഴ്സായിട്ട് വരുന്ന ഏതാണ്? ഗ്ലിസറൈൽ ട്രൈ നൈട്രേറ്റ് ആണ്. ഇത് നമുക്കറിയാം, അത് സ്മൂത്ത് മസിൽ വരുമ്പോൾ എന്താവും, ഈ ശരിക്കും ഈ നൈട്രേറ്റ്സ് എന്ന് പറയുന്ന ഡ്രഗ് പ്രോ ഡ്രഗ് ആണ് കേട്ടോ. ഈ പ്രോ ഡ്രഗ് സ്മൂത്ത് മസിൽ സെല്ലിലും എന്ത് ചെയ്യും? ഡീനൈട്രേറ്റ് ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് അവിടെ ആക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഡ്രഗ്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ട്രെപ്റ്റോമൈസിൻ, ക്ലോണാസെപ്പം, അറ്റിൻലോൾ ആൻഡ് ഘാലോത്തേൻ ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്. മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ നമുക്ക് പഠിക്കാനുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മൂന്ന് ഡ്രഗ്സ് ഞാൻ കണ്ടിട്ടുള്ള 3 ഡ്രഗ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഡ്രഗാണ് ഈ പറഞ്ഞ ഹാലോത്തേൻ എന്നുള്ള ഡ്രഗ്. ഓക്കെ, രണ്ടാമത്തെ ഡ്രഗാണ് നമുക്ക് ഈ ആൻറ്റിസൈക്കോട്ടിക് മെഡിക്കേഷൻസ് ഇല്ലേ, അത് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ ഉണ്ടാക്കാൻ സാധ്യത, ന്യൂറോലെപ്റ്റിക് മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ എന്ന് പറയും നമ്മൾ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് സക്സനൽ കൊളായി എന്നുള്ള ഡ്രഗ് നമ്മൾ ഈ പറഞ്ഞ മാലിഗ്നന്റ് ഹൈപ്പർതെർമിയ നമുക്ക് ഉണ്ടാക്കാം. സോ ഈ ഡ്രഗ്സിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഇത് ക്വസ്റ്റ്യൻസ് പേപ്പറിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡ്രഗ് സിനർജിസം? കോട്രിമോക്സസോൾ, INH പിരിഡോക്സിൻ, ഹാലോപിരിഡോൾ ബെൻസെക്സോൾ, ക്ലോട്രിമസോൾ. ഓക്കെ, സോ ഇതിൽ ഏതാണ് സിനർജിസത്തിൻ്റെ എക്സാമ്പിൾ? സിനർജിസം എന്ന് പറയുമ്പോൾ എന്താണ്? 1+1, അതായത് ഒരു ഡ്രഗിൻ്റെ എഫക്റ്റിലേക്ക് 2 ഡ്രഗ്സ് കൊടുത്തു കഴിയുമ്പോൾ ഓരോന്നിനും ഉണ്ടാകുന്ന ഒരു ഇൻഡിവിജ്വൽ എഫക്റ്റ് ഉണ്ടല്ലോ ബോഡിയിൽ. അപ്പോൾ ഈ 2 ഡ്രഗും കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ എഫക്റ്റ് എന്ത് ചെയ്യും? ആ 2ൻ്റെ സമ്മല്ല, അതിൽ കൂടുതൽ എഫക്റ്റ് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ 1+1 = 2 എന്നുള്ളതല്ല നമുക്ക് വരിക. അതിന് പകരം മോർ ദാൻ 2 വരുവാണെങ്കിൽ, അതായത് അതിൻ്റെ 2ൻ്റെ എഫക്റ്റും കൂടി അങ്ങോട്ടും കൂടി ഒരു 2നും ഇൻഡിവിജ്വലായിട്ട് കിട്ടുന്ന എഫക്റ്റിനേക്കാൾ കൂടുതൽ എഫക്റ്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക? ഡ്രഗ് സിനർജിസം എന്ന് പറയുന്നത് അല്ലേ. സോ ഇതിൽ എക്സാമ്പിൾ ഇതിൽ ഏതാ വന്നിരിക്കുന്നത്? കോട്രിമോക്സസോൾ ആണ് അല്ലേ. കോട്രിമോക്സസോൾ എന്താണ്? സൾഫാമെതോക്സസോൾ അല്ലേ, സൾഫാമെതോക്സസോൾ പ്ലസ് ട്രൈമീതോപ്രീം അല്ലേ, അതിൻ്റെ ഒരു ഇതാണ് കോട്രിമോക്സസോൾ എന്ന് പറയുന്നത്. അതിൻ്റെ റേഷ്യോ 5:1 വരിക. അതിൻ്റെ മാക്സിമം 20:2 ആണ് അല്ലേ, മാക്സിമം കോൺസെൻട്രേഷൻ. അത് മാക്സിമം എത്ര ഏത് കോൺസെൻട്രേഷനാണ് മാക്സിമം ആക്ഷൻ കിട്ടുന്നത്? നമുക്കറിയാം 20:1 അല്ലേ. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതിൻ്റെ റേഷ്യോയും അതുപോലെ തന്നെ നമ്മുടെ പാർക്കിൻസോൺസത്തിൽ നമ്മൾ കാർബിഡോപ്പ അല്ലെ ലിവഡോപ്പയുടെ റേഷ്യോ അതില്ലേ, ആ റേഷ്യോയും കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് പോകണം കേട്ടോ. അത് വ്യത്യാസം മാറിപ്പോരുത്. ഓക്കെ,
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യൂറിനറി ഇൻഫെക്ഷൻ ഈസ് കോമൺ വിത്ത് വിച്ച് എമംഗ് ദ ഫോളോയിങ് ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്? വിൽഡാഗ്ലിപ്റ്റിൻ, കനാഗ്ലിഫ്ലോക്സിൻ, അകാർബോസ്, ഗ്ലിപ്പിസൈഡ്. ഓക്കെ, സോ ഇതിൽ ഏതിനാണ് യൂറിനറി ഇൻഫെക്ഷൻ വളരെ കോമൺ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബിക്കാണ്, കനാഗ്ലിഫ്ലോക്സിൻ. ഓക്കെ, സോ ആ ഒരു ഡ്രഗിനാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. Okay, the date in which the Narcotic Drug and Psychotropic Substance Act and Rules 1985 came into force in India on. So അതിൻ്റെ ഏത് ഇയറിലാണ് ഈ ഒരു ആക്ട് വന്നത്, NDPS ആക്ട് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. 1985 എന്ന് ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ, 1 ജനുവരി 1st 1986, 14 November 1985, 14 December 1985, 1 January 1985. സോ ഇവിടെ ഓൾറെഡി 85 തന്നിട്ട് നമുക്ക് ഈ ഓപ്ഷൻ കട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, എന്തായാലും ഡേറ്റ് ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം, കാരണം നമുക്ക് ബാക്കി അങ്ങനെ ഓപ്ഷൻസ് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. സോ ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് പഠിക്കുക. ഏത് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്? 14 November 1985. ഓക്കെ, സോ ആ ഒരു ഇയറിലാണ് നമുക്ക് NDPS ആക്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, according to Narcotic Drug and Psychotropic Substance Act 1985, poppy straw is defined as all parts of opium poppy after harvesting. All parts except the seeds of the opium poppy after harvesting, whether in their original form. All parts except the leaves and stem after harvesting of the plant opium poppy. Juice from the seeds and leaves of the opium poppy after harvesting. So ഈ 4 ഓപ്ഷനിൽ പോപ്പി സ്ട്രോ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, ഓൾ പാർട്സ് എക്സെപ്റ്റ്